ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. ഹോണ്ട ആക്റ്റീവ ജനറൽ സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിലവിൽ ജനറൽ സർവീസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക്, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അഴിച്ചൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പായിരുന്നു, ഈ സൈഡിൽ ഫുട്രസ്റ്റിൻ്റെ ഇവിടെയൊക്കെ. ഇതൊക്കെ അത്യാവശ്യം കാണുന്ന ഭാഗം നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, ബ്രഷ് കൊണ്ടാണ് ടച്ച് ചെയ്തത്. എന്തായാലും നമുക്ക് ടെസ്റ്റ് വർക്ക് വന്ന സമയത്ത് നമ്മൾ ബോഡി അഴിച്ചിട്ട് ചേസും കൂടി അടിപ്പിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ കാണുന്ന എല്ലാ ഭാഗങ്ങളിലും തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഫുള്ള് അഴിച്ച് ക്ലീൻ ചെയ്ത് സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കിട്ടില്ല. എന്തായാലും നമുക്ക് ടെസ്റ്റിന് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ട ഭാഗത്തോളം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാറ്ററിയുടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ അഴിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചേസിൻ്റെ ഭാഗത്തും തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. കണ്ടോ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നിറക്കി അടിക്കാൻ പറ്റില്ല. അത് ബോഡി മൊത്തം അഴിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തായാലും ടെസ്റ്റിന് അഴിക്കുന്ന സമയത്ത് കൂട്ടത്തികൾ ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ. അതെന്തായാലും ടെസ്റ്റിന് പീസാക്കേണ്ടി വരും. കവറൊക്കെ അഴിക്കുമ്പോൾ ആ രീതിയിൽ പറഞ്ഞ് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനിനിപ്പോൾ ബോഡി സെറ്റ് ചെയ്ത് നമുക്ക് വണ്ടി എടുക്കാം. ആ രീതി ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയേക്കണമാണ്. അപ്പോൾ ഞാൻ ബില്ലാക്കി കഴിയുമ്പോൾ വിളിച്ചോളാം കേട്ടോ. ഓക്കെ.